ശബരിമല സ്വർണ്ണമോഷണ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തു. 9 ദേവസ്വം ജീവനക്കാരെ കൂട്ടുപ്രതികളാക്കിയാണ് പ്രത്യേക അന്വേഷണ സംഘം കേസെടുത്തത്. കവർച്ച, വിശ്വാസവഞ്ചന, ഗൂഢാലോചന എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. പ്രതിപട്ടികയിലുള്ളവർ ഇവരൊക്കെയാണ്: ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്പോൺസർ മുരാരി ബാബു, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, മുൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽ കുമാർ, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ, മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീ, മുൻ തിരുവാഭരണ കമ്മീഷണർ KS ബൈജു, മുൻ തിരുവാഭരണ കമ്മീഷണർ RG രാധാകൃഷ്ണൻ, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ രാജേന്ദ്ര പ്രസാദ്, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ രാജേന്ദ്രൻ നായർ, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാർ എന്നിവരാണ്. റഹീസ് റഷീദുള്ള കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, ഇപ്പോൾ പ്രതിപട്ടിക പൂർണ്ണമായിരിക്കുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്നാം പ്രതി പോറ്റിയാണെങ്കിൽ തിരുവാഭരണ കമ്മീഷണർ മുതൽ ദേവസ്വം സെക്രട്ടറി അടക്കം പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ അഴിമതി നിരോധന വകുപ്പ് കൂടി ചേർത്തിരിക്കുന്ന ഈ കേസിൽ പ്രതികളായി എത്തുമ്പോൾ എന്താണ് നാം പ്രതീക്ഷിക്കേണ്ടത്? അരുൺ, നേരത്തെ ദേവസ്വം വിജിലൻസ് കൊടുത്ത റിപ്പോർട്ടിൽ 9 ഉദ്യോഗസ്ഥരുടെ ആരോപണ വിധേയരായി സംശയത്തിന്റെ നിഴലിൽ നിർത്തിയിരുന്നു. ആ 9 ഉദ്യോഗസ്ഥരും ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത FIR-ൽ പ്രതിപ്പട്ടികയിലുണ്ട്. 2 FIR ആണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. രണ്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ദേവസ്വം കമ്മീഷണർ സുനിൽ കുമാറിന്റെ പരാതിയിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആദ്യ FIR ദ്വാരപാലക ശില്പത്തിൽ നിന്ന് സ്വർണം കവർന്നതാണ്. രണ്ടാമത്തേത് കട്ടിള വാതിലിൽ നിന്ന് സ്വർണം കവർന്നതാണ്. രണ്ടും 2 FIR ആയി രജിസ്റ്റർ ചെയ്തതാണെങ്കിൽ പോലും SIT തന്നെയാണ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുക. ഇതിൽ 9-10 പ്രതികൾ. ഒന്നാം പ്രതി പോറ്റിയാണ്. 3 ദേവസ്വം ശബരിമലയിലെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായ 3 പേർ, മുൻപ് ഉണ്ടായിരുന്ന 3 പേർ പ്രതിപ്പട്ടികയിലുണ്ട്. എക്സിക്യൂട്ടീവ് ഓഫീസർമാരായ 2 പേർ പ്രതിപ്പട്ടികയിലുണ്ട്. തിരുവാഭരണ കമ്മീഷണറായ 2 പേർ പ്രതിപ്പട്ടികയിലുണ്ട്. ഒപ്പം ദേവസ്വം സെക്രട്ടറി ജയശ്രീയും പൊതുമരാമത്ത് AO ആയ B സുനിൽകുമാറുമാണ് ഈ പ്രതിപ്പട്ടികയിലുള്ളത്. FIR രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ ഇനി തുടരന്വേഷണത്തിലേക്ക് നാളെ മുതൽ തന്നെ അന്വേഷണ സംഘം കടക്കുകയാണ്. ഈ പ്രതിപ്പട്ടിക ഇതിൽ ഒതുങ്ങുമോ എന്നത് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനാവില്ല. ഇവരെ ചോദ്യം ചെയ്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ മറ്റാരെങ്കിലും, ഇതിൽ സ്മാർട്ട് ക്രിയേഷൻസ് അടക്കമുള്ള കമ്പനികളും പ്രതിപ്പട്ടികയിൽ വരാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഡോക്ടർ